മേളം തുടങ്ങിക്കോളൂ. പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായ പഞ്ചവർണ്ണ പൊടിയിട്ടെഴുതിയ ഭദ്രകാളി സ്വരൂപം മനുഷ്യ മനസ്സിനെയും പ്രകൃതിയെയും ശുദ്ധീകരിക്കുന്ന സർവ്വരോഗങ്ങളും ഇല്ലാതാക്കുന്ന ഗുരുതി തർപ്പണം. സൂം ലെൻസിന്റെ ക്വാളിറ്റി സൂപ്പർ. നീ വാ, ഞാൻ എന്റെ വർമ്മയെ പരിചയപ്പെടുത്തി തരാം. നടക്ക്. പേര് പോലെ തന്നെ ശ്രീകൃഷ്ണനാണോടി? ഹായ്. വൺ സെക്കൻഡ് ഇപ്പോ വരെ. ചെല്ല് ചെല്ല്, സൂക്ഷിച്ചോണ്ടേ. ഓൾ ദി ബെസ്റ്റ് അളിയാ. ഹായ് വർമ്മജി. ഹായ്. അവിടെ വലിയ ഡിസ്കഷനിലായിരുന്നല്ലോ. മിസ്റ്റർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ലേ? യെസ്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ഈ പാറൂട്ടിയെ കെട്ടിയതിനു ശേഷം അവളെ ഏതെങ്കിലും ഒരു കാട്ടിക്കൊണ്ടേട്ടെ. Just joking. പാർവതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി നൂർജഹാൻ അല്ലേ? എങ്ങനെ മനസ്സിലായി? വെളിച്ചപ്പാടിന് ആർക്കാ അറിയാത്തത്, അതും കോഴിക്കോട് ഫേമസ് ആക്ടിവിസ്റ്റിന്. പാർവതി, പൂജ തീരാറായി, വേഗം തൊഴാൻ വരൂ. ഹലോ, നിങ്ങളും കൂടെ വരുന്നില്ലേ? സന്താന ലബ്ധി പൂജയാ. ഇവള് മാത്രം തൊഴാ പോരാ, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത് താരാനായകശേഖരീം സ്മിതമുഖീം മാപീനവക്ഷോരുഹാം സമം ദഹസിദേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം മരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷി. എന്ത് അബദ്ധങ്ങളാ പാറൂട്ടി ചൊല്ലിയത്, അതും ലളിതാ സഹസ്രനാമത്തില്. സമന്ദഹസിതേ ക്ഷണാം എന്ന് വെച്ചാൽ മന്ദഹാസപൂരിതമായ നോട്ടത്തോടു കൂടിയ ദേവി സ്വരൂപം എന്നാണ് അർത്ഥം. നീ ചൊല്ലിയതോ ദഹിപ്പിക്കുന്ന നോട്ടെന്ന്. സ്വരം പിഴച്ചാൽ അർത്ഥം പിഴയ്ക്കും, അർത്ഥം പിഴച്ചാൽ സർവം പിഴയ്ക്കും. കറക്റ്റ് മുത്തശ്ശി. ഓക്കെ ബൈ. ബൈ. അയ്യോ, സമയം ഒരുപാടായി. ഉമ്മ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ടാവും ഇന്നലെ ചെല്ലാത്തതിന്. ഇനി ലൈബ്രറി പോണം, പ്രൊഫസറെ കാണണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ഞാൻ പോട്ടെ മുത്തശ്ശി. ജ്യോതി, ലളിതാ സഹസ്രനാമം വ്യാഖ്യാനിക്കുന്ന കേട്ടില്ലേ? മിടുക്കി അവള്. അത് ശരി. എന്റെ പൊന്നു സൈനുത്ത, ഞമ്മളിത് പച്ചക്കും നിങ്ങളിത് വേവിച്ചും കച്ചവടം നടത്തുന്നവരാ. ഒന്ന് കബൂലാക്കി വില പറയുന്നു. ഞമ്മക്കൊറ്റ ബാക്കേ ഉള്ളൂ, ഒറ്റ വിലയും. നിങ്ങൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറ്റിക്കൊള്ളേ ആലിക്കാം. അത് നമ്മളേറ്റ് കയറ്റർക്ക് കൂടി തരണട്ടാ. അതും പറ്റിലെഴുതിക്കോളി. അല്ലാ, ഹലോ അൻസാരക്ക, ഇതെന്താ ഇവിടെ? ഒന്നും പറയണ്ട, ടയർ പഞ്ചറായി. സേനുട്ടി പർച്ചേസിംഗ് കഴിഞ്ഞിട്ടുള്ള വരവായിരിക്കില്ലേ? ആലിക്കാന്റെ കടയിൽ നിന്ന് ചൂട് വിലക്ക് കുറച്ച് ചൊരങ്ങ കിട്ടി. അത് ഉപ്പിലിട്ട് കൊടുത്താ റോട്ടിലെ കച്ചവടക്കാർക്ക് വലിയ ഡിമാൻഡാ. ഇങ്ങനെ പോയ സേനുട്ടി മനുഷ്യനെയും പിടിച്ച് ഉപ്പിലിട്ട് ഭരണിയിലാക്കി കച്ചവടം ചെയ്യല്ലോ. കോഴിക്കോട്ടെ പറയിപ്പിക്കരുതിട്ടാ. ജീവിച്ചു പോയിക്കോട്ടെ അൻസാരക്ക. അല്ല, ഇന്ന് എവിടെ വർക്ക്? ആശീർവാദിലാ. ഇങ്ങനെ കല്യാണം മാത്രം എടുത്ത് മടുത്തുടൂ. നിങ്ങള് സിനിമേന്റെ ഷൂട്ടിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്? ബോസിനൊരു പടം കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ അടുത്താഴ്ച പോകേണ്ടി വരും. സേനു, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതെന്തായി? കല്യാണത്തിന്റെ കാര്യമല്ലേ? അതെ. എന്റെ പൊന്ന് അൻസാരിക്ക, കല്യാണത്തിന്റെ ഓർഡർ കിട്ടിയ ഞാൻ ഇങ്ങക്കല്ലാണ്ട് വേറെ ആർക്കാ കൊടുക്കുക? പക്ഷെ കമ്മീഷൻ വേണ്ടി വരും കേട്ടോ. സേനു, അതല്ല ഞാൻ പറഞ്ഞ കാര്യം. നമ്മുടെ ഹലോ, ഇപ്പൊ എത്തിക്കാം. ഒരു അരമണിക്കൂർ.
ഇല്ല മറക്കൂല. കുമാരേട്ടന്റെ കടയ്ക്ക് കുറച്ച് നെയ്യപ്പത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നേ, 11 മണിക്ക് എത്തിക്കേണ്ടതാ. ഞാൻ പോട്ടെ അൻസാർക്ക, കേറ് നിങ്ങള്. കേറിക്കോളാം, സമയാവട്ടെ. ശരി പൊക്കോ. എന്നാ ശരി. നാണിയമ്മോ, എന്തോ ഒന്ന് എണീക്ക് എന്റെ സുന്ദരി, ബാക്കി ഞാൻ ആട്ടിത്തരാം. നാണിയമ്മ പോയി ആ കായ് വറുത്തൊന്ന് നോക്ക്. ഓ എന്റെ ഷാജറേ, നീ ഇടയ്ക്ക് വല്ലപ്പോഴും വന്നിട്ടേ 2 ഉരുട്ടിയോണ്ട് കാര്യം നടക്കില്ല. ജീവിതം മുഴുവൻ ആട്ടി അരച്ചു ഇടിച്ചും മനുഷ്യന്റെ എല്ലു മുഴുവൻ പൊടിഞ്ഞ് ഇനി അതുകൂടെ സൂപ്പുണ്ടാക്കിയേ ആങ്ങളും പെങ്ങളും കൂടി കച്ചവടം നടത്തിക്കോ. ഉണങ്ങിയ എല്ലിന്റെ സൂപ്പിന് ഇപ്പൊ ഡിമാൻഡ് കുറവാ നാണിയമ്മേ. ചിരിക്കണ്ട, അധികം കളിയാക്കണ്ടേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എന്ത് കാര്യം? ഗ്രൈൻഡർ വാങ്ങേണ്ട കാര്യം. ഓ, 2 കൊല്ലായല്ലേ ഞാൻ അതിനു വേണ്ടി നാവിട്ട് അടിക്കുന്നു. എന്റെ നാണിയമ്മേ, നമ്മുടെ പലഹാരത്തിന്റെ രുചിയുടെ ഗുട്ടൻസ് എന്താ? എന്താ? ഹാൻഡ്മേഡ്. ഹാൻഡ്മേഡ്. കൈ കൊണ്ട് ചെയ്യുന്നതിന്റെ ഗുണം യന്ത്രം ചെയ്താ കിട്ടോ? ഇതും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറെ ആയി. നിങ്ങളോടൊക്കെ ദൈവം ചോദിച്ചോളൂ. ആ, അറക്കിലെ ബീവി എത്തിയല്ലോ. തറവാടിത്തെന്ന് പറഞ്ഞത് കായ് കൊടുത്താ കിട്ടുന്ന മുതലല്ല, വലിയ വലിയ ഉസ്താദന്മാര് പാടിയ ദർബാറല്ല, ചട്ടിപ്പത്തിരി കച്ചവടം. അന്റെ കുതിരയ്ക്കും തടി മൂലക്കുരുണ്ടാ, ഒരു ഞെക്കലും മുക്കലും. വണ്ടി കംപ്ലൈന്റ് ആണ് കുഞ്ഞാച്ചേ, സർവീസിനൊന്ന് കൊടുക്കണം. ഷാജർ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. വന്നിട്ടുണ്ട്, വില്ലില്ലാത്ത വില്ലാളി വീരൻ. നാണിയമ്മേ, ഞാൻ വരാൻ വൈകിയതില്ലേ ഉമ്മത്ത വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും അല്ലേ? അതിന് ദേഷ്യം അടിഞ്ഞ നേരണ്ടോ? പച്ച നെല്ലിക്ക മാതിരിയല്ലേ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് ശരി. നിങ്ങള് വന്നോ? ആഹാ, എത്തിയല്ലോ എന്റെ ഉമ്മുത്ത. മനസ്സിലായി. എന്റെ ഷാജറേ, അരച്ച മാവ് എന്നെ പിന്നെ അരച്ചാ മുഖത്ത് തെറിക്കുള്ളൂ മോനെ. ഈ ഉമ്മുത്തയുടെ ഒരു കാര്യം. മുരിവ് കുറവാണല്ലോ നാണിയമ്മേ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? മുരിവല്ല, എരിവും കുറയും. ഇന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. ഇന്നെ വേണ്ടെങ്കിലേ പിരിച്ചു വിട്ടേക്ക്. ആ പാരഗ്രാഫ് ഓട്ടക്കാരെ ഇന്നെ കൊത്തി കൊണ്ടുപോകാൻ നിൽക്കാണ്. ഈ സാധനത്തിനല്ലേ? കുട്ടിയാലിയെ വേണ്ട, ഇരിക്കണ്ട. ഉമ്മത്ത ഒരു കാര്യം കാണിച്ചു തരാം, വാ. ഇന്ന് എനിക്ക് കിട്ടിയ സമ്മാന, പാപ്പന്റെ പേര് ഞാൻ നഷ്ടപ്പെടുത്തില്ല ഉമ്മത്ത. പടച്ചോന്റെ വരദാന സംഗീതം എന്നും പറഞ്ഞ് സൗജന്യമായിട്ട് പാടി തന്ന പാപ്പാനെ പോലെ ആവരുത് മോനും. അതേ കുഞ്ഞാച്ചയ്ക്ക് പറയാനുള്ളൂ. ഈ സംഗീതം കൊണ്ട് തന്നെ നിന്റെ കുട്ടി വിജയിച്ച് കാണിക്കും കുഞ്ഞാച്ച.